ഹായ് ഡിയേഴ്സ്, നമ്മള് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉള്ള ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അല്ലെ. അതില് ഒരു എസ്റ്റിമേറ്റർ ഗുഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് എപ്പോഴായിരുന്നു പറയാ? അതിന് 4 പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു: അൺബയാസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി ആൻഡ് സഫിഷ്യൻസി. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ എസ്റ്റിമേറ്റർ എന്താണ്, അതൊരു ഗുഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമ്മൾ പറയും. ആ എസ്റ്റിമേറ്റർ എന്നുള്ള കോൺസെപ്റ്റില് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ഈ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ചോദിക്കാറുണ്ട്. സോ അത് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഒരു പ്രോബ്ലം വരുമ്പം എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. സോ ഒരു എസ്റ്റിമേറ്റർ എഫിഷ്യന്റ് ആണ് എന്ന് പറയണമെങ്കിൽ ആദ്യം അത് അൺബയാസ്ഡ് ആയിരിക്കണം. അൺബയാസ്ഡ്നെസിന്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് T is equal to തീറ്റ. ഇവിടെ T എന്ന് പറയുന്നതാണ് നമ്മളുടെ എസ്റ്റിമേറ്റർ, തീറ്റ ആണ് എന്ത്, നമ്മളുടെ എസ്റ്റിമേറ്റ് അഥവാ പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ എക്സ്പെക്ടേഷൻ ഓഫ് T is equal to തീറ്റ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഇതെന്താണ്, അൺബയാസ്ഡ് ആണ്. ഈ എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ അൺബയാസ്ഡ് ആയിട്ടുള്ള 2 എസ്റ്റിമേറ്റേഴ്സ് T1 T2 നമ്മൾ എടുക്കുകയാണ്. ഇവിടെ എന്താ, എക്സ്പെക്ടേഷൻ ഓഫ് T1 is equal to തീറ്റയാണ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് T2 is equal to തീറ്റയാണ്. ഇങ്ങനെ എന്താണ്, T1 T2 2 എസ്റ്റിമേറ്റേഴ്സ്. ഇവർ രണ്ടാളില് ആരാണ് കൂടുതൽ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ? ഇതാണ് നമ്മളുടെ ചോദ്യം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് T1 is less than വേരിയൻസ് ഓഫ് T2. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് T1 ആണ്. T1 is the efficient estimator. എന്തുകൊണ്ടാണ് T1 എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആയത്? വേരിയൻസ് കുറവ് ആർക്കാണ്? വേരിയൻസ് കുറവ് നിങ്ങൾ നോക്കിക്കേ, ആർക്കാണ്? T1-നാണ്. T1-നാണ് ഇവിടെ വേരിയൻസ് കുറവ്. വേരിയൻസ് ലെസ് ആണെങ്കിൽ, വേരിയൻസ് കുറവാണെങ്കിൽ നമ്മൾ പറയും അത് കൂടുതൽ എഫിഷ്യന്റ് ആണ്, ദാറ്റ് ഈസ് മോർ എഫിഷ്യന്റ്. സോ എന്തൊക്കെയാണ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ആദ്യം അതൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കണം. അങ്ങനെ അൺബയാസ്ഡ് ആയിട്ടുള്ള 2 എസ്റ്റിമേറ്റേഴ്സ് T1 ആൻഡ് T2 നമുക്ക് തരികയാണെങ്കിൽ അതിൽ ആരാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. അതിന്റെ രണ്ടാളുടെയും വേരിയൻസ് കാണാം. ആ വേരിയൻസ് ചെറുതാർക്കാണോ വരുന്നത്, അതാണ് നമ്മളുടെ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. ഇവിടെ T1-നാണ് വേരിയൻസ് ചെറുതെങ്കിൽ നമ്മൾ പറയും T1 is the efficient estimator. സോ ഇതാണ് നമ്മളുടെ എഫിഷ്യൻസി എന്നുള്ള കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണെന്ന് നോക്കിയാലോ. Let x1, x2, x3 be a random sample drawn from a population with mean mu and standard deviation sigma. അപ്പൊ അവിടെ എന്ത് ക്ലൂ ആണ് നമുക്ക് തരുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് x1 is equal to എക്സ്പെക്ടേഷൻ ഓഫ് x2 is equal to എക്സ്പെക്ടേഷൻ ഓഫ് x3 എന്ന് പറയുന്നത് എന്താണ്? അത് മ്യൂ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is equal to സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആണെങ്കിൽ നമ്മളുടെ വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് is equal to സിഗ്മ സ്ക്വയർ ആണ്. അതെന്തുകൊണ്ടാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേരിയൻസ് എടുക്കുമ്പോൾ എന്തായിരിക്കും? അതെന്തായി? സിഗ്മ സ്ക്വയർ ആയി. സോ വേരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്, സിഗ്മ സ്ക്വയർ ആണ്. സോ വേരിയൻസ് ഓഫ് x1 is equal to വേരിയൻസ് ഓഫ് x2 is equal to വേരിയൻസ് ഓഫ് x3 എന്ന് പറയുന്നത് എന്താണ്? അത് 3നും വാല്യൂ വരുന്നത് എന്താണ്? സിഗ്മ സ്ക്വയർ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ T1 T2 2 എസ്റ്റിമേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? മ്യൂവിന്റെ. മ്യൂ എന്ന വാല്യൂവിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. ഇനി അൺബയാസ്ഡ്നെസ് കണ്ടിട്ടില്ലെങ്കിൽ, അൺബയാസ്ഡ് അല്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺബയാസ്ഡ്നെസ്സിനെ പറ്റിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് T1 is equal to മ്യൂ ആണെന്ന് നമ്മൾ കാണിക്കണം. അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് T2 is equal to അതും മ്യൂ ആണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ മ്യൂവിന്റെ എസ്റ്റിമേറ്റേഴ്സ് ആണ് T1 T2 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി ഈ ഒരു കേസിൽ അൺബയാസ് എസ്റ്റിമേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയായിരിക്കും, അൺബയാസ്നെസ്സും ചെക്ക് ചെയ്യണം, എഫിഷ്യൻസിയും കാണണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? ഫസ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ്
T1 is equal to expectation of T1ന്റെ എന്താണ് എസ്റ്റിമേറ്റർ തന്നിരിക്കുന്നത് അത് എടുത്തെഴുതാം. -x1 plus 4x2 plus 4x2 minus 2x3 ഇനി എന്താ ചെയ്യുക? ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് 4 into എക്സ്പെക്ടേഷൻ ഓഫ് x2 മൈനസ് 2 into എക്സ്പെക്ടേഷൻ ഓഫ് x3. ഇവിടെ ഈ എക്സ്പെക്ടേഷൻ ഓഫ് x1, x2, x3 വാല്യൂസ് കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അത്? മ്യൂ എന്നുള്ള വാല്യൂ ആയിരുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ പ്ലസ് 4 മ്യൂ മൈനസ് 2 മ്യൂ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എന്താ വരിക അവിടെ? 4 minus 3 mu. 4 mu minus 3 mu is equal to mu. സോ ഇവിടെ മ്യൂ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതല്ലേ അൺബയസ്നെസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് T1 is equal to mu. ഓക്കെ അല്ലേ? ഇനി എക്സ്പെക്ടേഷൻ ഓഫ് T2 കണ്ടാലോ? അവിടെ നമുക്ക് എന്താണ്? മ്യൂ തന്നെ ആൻസർ കിട്ടണം. കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ അൺബയാസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അത് ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം എന്ത്? എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട്. സോ എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറയുന്നത് T2 എന്താണ്? 2x1 plus 2x2 plus 2x2 minus 3x3. ഇവിടെ എന്താണ്? നമ്മൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. സോ 2 into എക്സ്പെക്ടേഷൻ ഓഫ് x1 plus 2 into expectation of x2 minus 3 into expectation of x3. This is equal to 2 mu plus 2 mu minus 3 mu. ഇവിടെ എന്താണ് വരുന്നത്? 4 mu minus 3 mu. ആൻസർ വരുന്നത് എന്താണ്? മ്യൂ. സോ നമുക്ക് ഇവിടെ എന്താണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? മ്യൂ എന്ന് കിട്ടി. സോ എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു മ്യൂ. ഇപ്പോൾ ഇവിടെ എന്താണ് പറയാൻ വേണ്ടി പറ്റുക? T1 and T2 are unbiased estimators of mu. ഇത് രണ്ടും എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് മ്യൂ ആയിരിക്കും. ഇനി നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? എഫിഷ്യൻസി കൂടുതലുള്ള എസ്റ്റിമേറ്റർ ആരാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ? അതല്ലേ കാണേണ്ടത്? അതിനുവേണ്ടി എന്താ നമ്മൾ കാണണ്ടേ? വേരിയൻസ് ആണ് നമുക്ക് കാണണ്ടേ. സോ വേരിയൻസ് ഓഫ് T1 കാണണം ആൻഡ് വേരിയൻസ് ഓഫ് T2 നമുക്ക് അറിയണം. സോ T1 എന്തായിരുന്നു? x1 minus x1 plus 4x2 minus 2x3. Variance of minus x1 plus 4x2 minus 2x3. This is equal to വേരിയൻസിന്റെ കേസിൽ മൈനസ് വരികയാണെങ്കിലും അകത്ത് പ്ലസ്സോ മൈനസോ എന്ത് തന്നെ ആയിക്കോട്ടെ, ബ്രാക്കറ്റിന്റെ അകത്ത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം പുറത്തേക്ക് പ്ലസ് മാത്രമായിരിക്കും വരിക. മൈനസ് ആണെങ്കിലും നമ്മൾ പ്ലസ് തന്നെ എഴുതുക, പ്ലസ് ആണെങ്കിലും പിന്നെ അവിടെ പ്ലസ് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും വരിക? വേരിയൻസ് ഓഫ് മൈനസ് x1 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് x1 ആണ്. പ്ലസ് ഇനി വേരിയൻസ് ഓഫ് ax എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ വേരിയൻസ് ഓഫ് x ആണ്. എക്സ്പെക്ടേഷൻ ആകുമ്പോൾ എങ്ങനെയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് ax എന്ന് പറയുന്നത് a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. ഇനി വേരിയൻസ് ആയപ്പോൾ എന്തായി? a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 4 എന്നുള്ള വാല്യൂ അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താ? 4ന്റെ സ്ക്വയർ കാണണം. സോ പ്ലസ് 4 സ്ക്വയർ വേരിയൻസ് ഓഫ് x2 പ്ലസ് 2 സ്ക്വയർ വേരിയൻസ് ഓഫ് x3. ദിസ് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എന്താണ്? സിഗ്മ സ്ക്വയർ ആണ് അല്ലെ? സോ അതവിടെ കൊടുക്കുക. സിഗ്മ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16 സിഗ്മ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. സോ 4 സിഗ്മ സ്ക്വയർ ദിസ് ഇസ് ഈക്വൽ ടു 21 സിഗ്മ സ്ക്വയർ. സോ 21 സിഗ്മ സ്ക്വയർ ആണെന്ത് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് T1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 21 സിഗ്മ സ്ക്വയർ. അങ്ങനെയാണ് വേരിയൻസ് ഓഫ് T2 കണ്ടാലോ? വേരിയൻസ് ഓഫ് T2 ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് T2 എന്തായിരുന്നു? 2x1 plus 2x2 minus 3x3. 2x1 plus 2x2 minus 3x3. This is equal to 2 സ്ക്വയർ എന്താണ്? 4. സോ വേരിയൻസ് ഓഫ് x1 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x1 പ്ലസ് 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x2 പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. സോ 9 ഇൻറ്റു
9 into variance of x3. വേരിയൻസ് എന്താണെന്ന് അറിയാലോ, സിഗ്മ സ്ക്വയർ. സോ 4 സിഗ്മ സ്ക്വയർ, ഇവിടെ 4 സിഗ്മ സ്ക്വയർ പ്ലസ് 9 സിഗ്മ സ്ക്വയർ. അപ്പൊ ഇവിടെ ഫൈനലി ഇത് ആഡ് ചെയ്ത് ഫൈനലി നമുക്ക് ആൻസർ കിട്ടുന്നത് 17 സിഗ്മ സ്ക്വയർ ആണ്. സോ വേരിയൻസ് ഓഫ് T2 കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 17 സിഗ്മ സ്ക്വയർ. ഇവിടെ എന്താണ്? 21 സിഗ്മ സ്ക്വയർ. സോ നമ്മളെ വാല്യൂസ് എഴുതാം. 17 സിഗ്മ സ്ക്വയർ ഉണ്ട്, 21 സിഗ്മ സ്ക്വയർ ഉണ്ട്. ഇതിൽ ആരാണ് ചെറിയ വാല്യൂ? യെസ്, നമ്മളെ 17 സിഗ്മ സ്ക്വയർ ആണ് ചെറിയ വാല്യൂ എന്ന് പറയുന്നത്. സോ ആരാണ് ആ 17 സിഗ്മ സ്ക്വയർ വരുന്നത്? അത് വേരിയൻസ് ഓഫ് T2 ആണ്. സോ വേരിയൻസ് ഓഫ് T2 ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് T1. വേരിയൻസ് ലെസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വേരിയൻസ് ലെസ് ആണെങ്കിൽ മോർ എഫിഷ്യന്റ്. കുറവ് വേരിയൻസ് ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? കൂടുതൽ എഫിഷ്യന്റ് ആണ്. സോ ഇവിടെ ആർക്കാണ് കുറച്ച് വേരിയൻസ് വരുന്നത്? അത് T2-നാണ്. സോ T2 is more efficient. സോ T2 ആണ് ഇവിടെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ. സോ ഇതുപോലെയാണ് എഫിഷ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. അൺബയാസ്നെസ്സും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൺബയാസ്നെസ്സും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്താ വർക്ക്ഔട്ട് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.